ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷൻസിൻ്റെയും ഒരു റിവിഷനാണ്. അതായത് നമ്മൾ ഇതുവരെ വർക്ക്, എനർജി, പവർ വരെയുള്ള ടോപ്പിക്സ് ആണ് പഠിച്ചത്. ആ ടോപ്പിക്ക് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ഇക്വേഷൻസിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ആദ്യം മോഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അത് x/t, അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി ആവുമ്പം വി ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആവും. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിലുള്ള ഡിഫറൻസും ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈമിലുള്ള ചേഞ്ചും ആണ്. പിന്നെ അടുത്തത് ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ വി മൈനസ് വി സീറോ ബൈ ടി, അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് വരുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. പിന്നെ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അത് ഇതിലെ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും ആണ്. അതായത് വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും യു എന്ന് പറയുന്നത് ആദ്യപ്രവേഗവുമാണ്. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ടി ടൈം ആണ്, അതേപോലെ എ ആക്സിലറേഷൻ ആണ്. അതേപോലെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, പിന്നെ വി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ വേറെ ഇക്വേഷൻ കൂടെ ഉണ്ട്, എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷൻ. അതും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ജനറൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് ഫ്രീലി ഫാളിംഗ് ബോഡീസിലേക്ക് വരുമ്പോഴുള്ള മാറ്റമുണ്ട്. അതായത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ഡി ടി. ഇവിടെ നെഗറ്റീവ് ഡയറക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് യു മൈനസ് ഡി ടി എന്നാവും. അതേപോലെ എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാവും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh എന്നാവും ഫ്രീലി ഫാളിംഗ് ബോഡീസിന്റെ കേസിൽ. അത് ഓർക്കുക. നെഗറ്റീവ് ഡയറക്ഷൻ ആണ് താഴോട്ട് വരുമ്പം നമ്മൾ എടുക്കുന്നത്, അപ്പം മൈനസ് ആവും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ്, ഡി എസ് ഈക്വൽ ടു മൈനസ് വി സീറോ സ്ക്വയർഡ് ബൈ 2a. പിന്നെ അടുത്തത് മൊത്തം ഇക്വേഷൻസിന്റെ ഒരു കമ്പൈലേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഹൈറ്റിൽ നിന്നുള്ള ഇക്വേഷൻ നോക്കാനുണ്ട്. അതേപോലെ പ്രൊജക്റ്റൈൽ മോഷന്റെ ഇക്വേഷൻ നോക്കാനുണ്ട്. ഇതൊരു കമ്പൈലേഷൻ ജസ്റ്റ് തന്നേ ഉള്ളൂ, എല്ലാം കൂടിയുള്ള ഒരു കമ്പൈലേഷൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ റിലേറ്റീവ് മോഷന്റെ എക്സാമ്പിൾ, അതായത് രണ്ടാമത്തെ കോളത്തിലുള്ള റിലേറ്റീവ് മോഷന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. റിലേറ്റീവ് മോഷന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇതിൽ നോക്കുക, വിയും ബിയും ഒരേ ഡയറക്ഷനിൽ, സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഒബ്ജക്റ്റ് ആണ് ബിയും എയും എങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ആണ്. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ ആണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി എന്നാവും. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത്, അതായത് ആപേക്ഷിക പ്രവേഗമാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വി ബി എ എന്ന് പറയുന്നത് മൈനസ് വി ബി മൈനസ് വി എ എന്നാവും. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് പ്രൊജക്റ്റൈലിന്റെ ആണ്. പ്രൊജക്റ്റൈലിന്റെ മെയിൻ ആയിട്ട് നമുക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് പ്രൊജക്റ്റൈൽ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. ടൈം ഓഫ് ലൈറ്റിന്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി ആണ്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഇനി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആണ്. ഇനി പാത്ത് ഓഫ് പ്രൊജക്റ്റൈലിന്റെ ഇക്വേഷൻ, അതായത് പാരബോള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ ടി സെക്കൻഡ്സ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി എന്നാണ് വരുന്നത്, ജി ടി സ്ക്വയർ എന്നാണ് വരുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ ടി സെക്കൻഡ്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്നാണ് വരിക. അടുത്തത് ഇമ്പൾസ് മൊമെന്റം തിയറം ആണ്. ഇമ്പൾസ് മൊമെന്റം തിയറത്തിൽ ജെ ഈസ് ഈക്വൽ ടു എഫ് നെറ്റ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി എന്ന് വരും. അതായത് ജെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇമ്പൾസ് ആണ്, ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. അതായത്
ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പൾസിന് ഈക്വൽ ആണെന്നുള്ള ഒരു ഇക്വേഷൻ അത് പഠിച്ചിരിക്കുക. അതായത് P2 മൈനസ് P1 വിൽ ബി ഈക്വൽ ടു ഇമ്പൾസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി കൈനറ്റിക് ഇക്വേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ ആണ്. അത് μkFn എന്നുള്ള ഇക്വേഷൻ ആണ്. അതേപോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F(s) ലെസ് ദാൻ ഓർ ഈക്വൽ ടു μsFs എന്നുള്ള ഇക്വേഷൻ ആണ്. അതേപോലെ ഇവിടെ നമ്മൾ റൊട്ടേഷൻ മോഷന്റെ ഇക്വേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ലൈൻ ആണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ m1 m2 സെപ്പറേറ്റഡ് ബൈ r ആണെങ്കിൽ m1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 m2 r ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആയിരിക്കും. ഇനി ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സെൻട്രോയിഡ് ആയിരിക്കും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് yc is equal to h/3 ആണ്. ഇനി ഒരു സെമി സർക്കുലർ റിംഗ് ആണെങ്കിൽ 2r/π ആണ്. ഇനി സെമി സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ 4r/3π ആണ്. ഇനി ഹെമിസ്ഫെറിക്കൽ ഷെൽ ആണെങ്കിൽ yc equal to r/2. ഇനി സോളിഡ് ഹെമിസ്ഫിയർ ആണെങ്കിൽ yc equal to 3r/8. ഇതിൽ ഈ ഹെമിസ്ഫിയറിന്റെ കാര്യം നിങ്ങൾ പഠിക്കേണ്ട. ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് മാത്രം സെന്റർ ഓഫ് മാസിന്റെ കേസിൽ പഠിച്ചാൽ മതി. പിന്നെ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിലെ പൊസിഷൻ വെക്ടറിന്റെ ഇക്വേഷൻ നോക്കാനുണ്ട്. അതെന്ന് പറയുന്നത് m is equal to സിഗ്മ എം ഐ എന്ന് നമുക്ക് കിട്ടും. അപ്പം വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സിഗ്മ എം ഐ വി ഐ ഡിവൈഡ് ബൈ എം എന്ന് കിട്ടും. അപ്പം പി സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എം വി സെന്റർ ഓഫ് മാസ് ആയിരിക്കും. അത് പി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്കമാണ്. അത് മാസ് ഇൻറ്റു പ്രവേഗമായിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ്റ്റേണൽ ബൈ എം ആയിരിക്കും. അത് ഒക്കെ വെക്ടേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ സാധാരണ ലീനിയർ മോഷന്റെ കേസിലെ പോലെ തന്നെ റൊട്ടേഷൻ മോഷനിലും ലീനിയർ വെലോസിറ്റിയും അതായത് രേഖീയ പ്രവേഗവും രേഖീയ ത്വരണവും എടുത്താൽ മതി. ഇനി ഇമ്പൾസിന്റെ ഇക്വേഷൻ ജെ കൊണ്ടാണ് നമ്മൾ ഇമ്പൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ജെ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ടി, അതായത് ഡെൽറ്റ പി, നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇനി കൊളീഷന്റെ കേസിൽ ഉള്ള ഇക്വേഷൻ മൊമെന്റം കൺസർവേഷന്റെ ഇക്വേഷൻ ആണ്. അത് m1v1 പ്ലസ് m2v2 ഇസ് ഈക്വൽ ടു m1v1 ഡാഷ് പ്ലസ് m2v2 ഡാഷ്. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് m1v1 ഡാഷ് സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 ഡാഷ് സ്ക്വയർ ആണ്. ഇതിൽ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഇലാസ്റ്റിക് കൊളീഷൻ ആവുമ്പോൾ. അത് c ഈസ് ഈക്വൽ ടു മൈനസ് v1 ഡാഷ് മൈനസ് v2 ഡാഷ് ഡിവൈഡ് ബൈ v1 മൈനസ് v2 എന്നാണ് കിട്ടുന്നത്. ഇനി റിജിഡ് ബോഡി ഡൈനാമിക്സിലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ v ഈസ് ഈക്വൽ ടു r ഒമേഗ ആണ്. ഇനി ആംഗുലാർ ആക്സിലറേഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ആർ ആണ്. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ആൽഫ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആണ്. ആൽഫ എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അപ്പോൾ നമുക്ക് ലീനിയർ മോഷനും റൊട്ടേഷൻ മോഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആർ ആൽഫ എന്നും കിട്ടും. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്ന് പറയുന്നത് m1r1 സ്ക്വയർ ആണ്. അതായത് ഐ ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എം ആണ്. ഇനി പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും ഉണ്ട്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഒരു ആക്സിസ് ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് ഐ സെന്റർ ഓഫ് മാസ് പ്ലസ് എം ഡി സ്ക്വയർ ആണ്. അവിടെ ഡി എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ സെന്റർ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് രണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും. അതായത് ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്ക് എഴുതാം. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കെ എന്ന് പറയുന്നത് റൂട്ട് ഐ ബൈ എം ആണ്. അതായത് ഐ ബൈ എം ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ നമുക്ക് കിട്ടും. കെ സ്ക്വയർ ഇൻറ്റു എം ഈസ് ഈക്വൽ ടു ഐ എന്നാണ് വരിക. അപ്പോൾ കെ എന്ന് പറയുന്നത് റൂട്ട് ഐ ബൈ എം എന്ന് നമുക്ക് കിട്ടും. പിന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി ആണ്. അത് ഐ ഒമേഗ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് ആണ്. അതായത് ആർ എഫ് സൈൻ തീറ്റ ആണ്. പിന്നെ ടോനെ നമുക്ക് ഐ ആൽഫ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. പിന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും.
കൈനറ്റിക് എനർജീനെ നമുക്ക് ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് എഴുതാൻ പറ്റും റൊട്ടേഷണൽ ഡൈനാമിക്സിൽ. അപ്പോൾ അത്രയാണ് നമുക്ക് റൊട്ടേഷൻ മോഷനിൽ പറയാനുള്ളത്. ഇനി വർക്ക് പവർ എനർജിയിൽ വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണ്. അത് എഫ് ഡോട്ട് ഡി എസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മൊത്തം വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ചെയ്താൽ മതി. കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിന് നമുക്ക് പി സ്ക്വയർ ബൈ 2m എന്നും എഴുതാൻ വേണ്ടി പറ്റും. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്. സ്പ്രിങ്ങിൻ്റെതാണെങ്കിൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അത് വെച്ച് നമ്മളൊരു ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കാം. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണെങ്കിൽ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് കൺസർവേറ്റീവ് ഇൻറ്റു ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ വർക്ക് എനർജി തിയറത്തിൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെക്കാനിക്കൽ എനർജി ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ടോട്ടലാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അതാണ് ഈസ് ഈക്വൽ ടു യു പ്ലസ് കെ എന്ന് തന്നിട്ടുള്ളത്. പിന്നെ പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി ആണ്. അതിനെ നമുക്ക് എഫ് ഡോട്ട് വി എന്നും എഴുതാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിച്ച ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് എല്ലാവരും ബൈ ഹാർട്ട് കാണാപ്പാഠം പഠിക്കണം. ന്യൂമറിക്കൽസ് ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കാം. ഇതുവരെ പറഞ്ഞ ഇക്വേഷൻസും അതുപോലെ ക്ലാസ്സുകളിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പഠനം തുടരുക. താങ്ക്